ന്യൂസ് ചാനൽ തുറന്നാൽ ഒരിടത്ത് ഭൂരിപക്ഷം കിട്ടിയവർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു, മറ്റൊരിടത്ത് മുഖ്യമന്ത്രി ആവാൻ പോകുന്ന ഒരാൾ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതും മാത്രമാണ് ചർച്ച. എന്നാൽ അതിനിടയിൽ ചർച്ചയാവേണ്ട മറ്റൊരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ വീഡിയോ. അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ UDF പുറത്തുവിട്ട മാനിഫെസ്റ്റോയിൽ മുഖ്യ ആകർഷണമായിട്ടുള്ളത് KSRTCയിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്രയായിരുന്നു. അന്ന് തന്നെ ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ പരാജയപ്പെട്ട ഈ പദ്ധതി കേരളത്തിൽ എങ്ങനെ കൊണ്ടുവരും എന്നത് ഒരു ചോദ്യമായി പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ KSRTC ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കുന്നു. അതായത് ഇനി ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരന്റെ ജെൻഡർ കൂടെ ടിക്കറ്റിൽ രേഖപ്പെടുത്തണം. ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അതായത് മന്ത്രിസഭ നിലവിൽ വന്നാൽ സ്വാഭാവികമായും ഒരുപാട് ഡാറ്റയുടെ ആവശ്യം വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെയൊരു നടപടി. സംഭവം മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുകൊണ്ട് UDF ഗവൺമെന്റിന് ഇത് നടപ്പിലാക്കിയേ പറ്റൂ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് മുന്നേ, സ്ത്രീകൾക്ക് കൊടുക്കണ്ട എന്നല്ല, സ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് മുന്നേ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ, ഡിസേബിൾഡ് ആയിട്ടുള്ളവർ, സ്കൂൾ സ്റ്റുഡൻസ്, ഇതുപോലെ വർക്കിംഗ് ക്ലാസ് അല്ലാത്ത, ഇൻകം ഇല്ലാത്തവരെ പരിഗണിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്നിട്ട് പോസിബിൾ ആണെങ്കിൽ വിമനെയും കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കും, അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി, അതായത് ഈ നഷ്ടം KSRTC എങ്ങനെ നികത്തും എന്നൊരു ചോദ്യത്തിന് ഇനിയും ഉത്തരം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ബിസിനസ് എന്ന രീതിയിൽ ഈ യാത്രാ ഇളവുകളോടുകൂടി KSRTCയെ എങ്ങനെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്, അത് നടന്നു കഴിഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിനും സംസ്ഥാനങ്ങൾക്കും ഒക്കെ അതൊരു അടിപൊളി കേസ് സ്റ്റഡി ആയിരിക്കും. എങ്ങനെയായിരിക്കും അത് പോസിബിൾ ആവുക എന്നുള്ളത് ഞാനും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻസിൽ അറിയിക്കും.